നമസ്കാരം. കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കുന്ന ഈ ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരിക്ക് എതിരെ ചേർത്ത് നിൽക്കുന്ന ഈ ഒരു വേളയിൽ പുത്തൻ വീട്ടിൽ ഓട്ടോ കൺസെപ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് മറ്റൊരു പുതുമയാർന്ന വീഡിയോയുമായിട്ടാണ്. വളരെ കാലങ്ങൾക്ക് ശേഷം, നല്ലൊരു ഗ്യാപ്പിന് ശേഷം ആണ് ഇന്ന് പുത്തൻ വീട്ടിൽ ഓട്ടോ കൺസെപ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ പുതുമയാർന്നൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏത് വാഹനത്തിൻ്റെ പുതുമയാർന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇന്ന് പുത്തൻ വീട്ടിൽ ഓട്ടോ കൺസെപ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വാഹനം ടൊയോട്ട കോളിസ്. നിരത്തുകളിൽ ഒരുപാട് തരംഗങ്ങൾ സൃഷ്ടിച്ച വാഹനപ്രേമികളുടെ ഇഷ്ടവാഹനങ്ങളിലൊന്നായ ടൊയോട്ട കോളിസാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ വാഹനം തിരുവനന്തപുരം സ്വദേശിയുടേതാണ്. കൂടാതെ അദ്ദേഹം ഒരു അധ്യാപനം കൂടാണ്. ഈ വാഹനം ഞങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് വലിയ ഒരു പ്രോജക്റ്റുമായിട്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള കുറച്ച് ഐഡിയകളും പിന്നെ ഞങ്ങൾ കൊടുത്ത സജഷൻസും എല്ലാം കൂടെ ചേർത്താണ് ഈ വാഹനത്തിൻ്റെ പണി ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ വാഹനം ഞങ്ങൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ കളർ കോഡ് ഇതല്ലായിരുന്നു. ബോഡിയുടെ കളർ ഗോൾഡൻ കളറായിരുന്നു. ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഗോൾഡൻ കളറായിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു കളറിലേക്കുള്ള ചേഞ്ച് ഓവർ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിനെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ചാണ്. ഈ എക്സ്റ്റീരിയറിൽ വളരെ വലിയ രീതിയിലൊരു മാറ്റം ഈ ടൊയോട്ട കോളിസിൽ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഞങ്ങൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇങ്ങനെ യാതൊരു രീതിയിലും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയേ അല്ലായിരുന്നു. ആ ഒരു എക്സ്റ്റീരിയറേ അല്ലായിരുന്നു. വളരെ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് ആയാലും ടൂ ഫെൻഡർ ആയാലും ബമ്പർ ആയാലും എല്ലാം വളരെ നല്ല രീതിയിലൊരു മാറ്റം ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ വരുത്തിയിട്ടുണ്ട്. അല്പം മുന്നേ ഞാൻ പറഞ്ഞ ഈ ടൂ ഫെൻഡർ, അതായത് ടൊയോട്ട കോളിസ് അവരുടെ ഈ കോളിസ് നിർത്തലാക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ശ്രേണിയിലെ മോഡലിലേക്കാണ് ഞങ്ങളിതിനെ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ ടൂ ഫെൻഡറും അതുപോലെ തന്നെ അതിൽ തന്നെ കണക്റ്റായിട്ട് വരുന്ന ഫുഡ് സ്റ്റെപ്പും ഇതെല്ലാം ആ രീതിയിലേക്കാണ് മാറ്റം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പർ എല്ലാം വളരെ വലിയൊരു മാറ്റം ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വളരെ നല്ല രീതിയിലുള്ളൊരു മാറ്റം ഇൻറ്റീരിയറിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സമയമെടുത്തതും ഇൻറ്റീരിയർ വർക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് കണ്ണോടിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഞങ്ങൾ വരുത്തിയിരിക്കുന്ന മാറ്റം. ഇത് സെൻട്രലൈസ് ആണ്. നമുക്ക് ഇതിൻ്റെ റൂഫിൽ കാണാം ഇതിൻ്റെ AC-യുടെ വെൻറ്റിലേഷനൊക്കെ. ഇത് സെൻട്രലൈസ് ആയിരുന്നു ഈ വണ്ടി. കൂടാതെ ഇതിൻ്റെ സീറ്റ് എല്ലാം ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് ഇന്നോവയുടെ സീറ്റാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. കൂടാതെ ഇതിനകത്ത് മറ്റൊരു ഹൈലൈറ്റ് കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ കൺസോളാണ്. ഈ ടൊയോട്ട കോളിസിന് കൺസോൾ വരുന്നില്ല. പക്ഷേ ഇത് ഞങ്ങൾ ഈ വാഹനത്തിന് വേണ്ടി കസ്റ്റം ചെയ്തെടുത്ത സെൻട്രൽ കൺസോളാണിത്. നിങ്ങൾക്ക് കാണാം. അല്പം മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഇതിന് ടൊയോട്ട കോളിസിന് അതിൻ്റെ ഒരു ശ്രേണിയിലെ മോഡലിനും ഈ സെൻട്രൽ കൺസോൾ വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് കൺസോൾ നമ്മൾ ഇതിനായിട്ട് കസ്റ്റം ചെയ്തെടുത്തതാണ്. ഈ ഗിയറിൻ്റെ ലിവർ മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ വണ്ടി. ഈ കൺസോൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മളിതിൻ്റെ ഒരു ഫൗണ്ടേഷൻ പണിയുകയും അതെല്ലാം വളരെ നല്ല വൃത്തിയോടുകൂടി, അതായത് അതിൻ്റെ ഇങ്ങനെ കൺസോൾ നമ്മളിത് കസ്റ്റം ചെയ്ത് ഇവിടെ പണിഞ്ഞ് വെച്ചിരിക്കുന്നതാണെന്ന് അറിയാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കൺസോൾ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ഹാൻഡ് റെസ്റ്റും കൂടാതെ അതിനുള്ളിൽ തന്നെ ഹാൻഡ് റെസ്റ്റിന് താഴെയായിട്ടൊരു ബോക്സും ഒക്കെ ഇതിന് കൂടെ വരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ കൺസോളിൻ്റെ പിറകുവശത്ത് 2 ഗ്ലാസ് ഹോൾഡറും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഗ്ലാസ് ഒക്കെ വെക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെറിയ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൂടെ ഈ കൺസോളിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു കാര്യം, ഇതിൻ്റെ സെൻട്രൽ സീറ്റ് സാധാരണ കോളിസിന് വരുന്നതെന്ന് വെച്ചാൽ ഒറ്റ സീറ്റാണ്, ബെഞ്ച് മോഡൽ സീറ്റാണ് വരുന്നത്. അത് ഞങ്ങൾ മാറ്റിയിട്ട് ഇന്നോവയുടെ സീറ്റ് തന്നെ കേട്ടിട്ടുണ്ട് 3-in-1 എന്നുള്ള രീതിയിൽ. അതായത് ഈ സീറ്റ് സ്ലൈഡ് ചെയ്ത് ബെൻഡ് ചെയ്തതിന് ശേഷം പിറകുവശത്തേക്ക് എല്ലാവർക്കും കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ടൊയോട്ട ഇന്നോവയിൽ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ ഈ ടൊയോട്ട കോളിസിൽ നമ്മൾ ആ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ സീറ്റ് ഫിറ്റ് ഞാൻ അല്പം മുന്നേ പറഞ്ഞു ഇതിന് ബെഞ്ച് സീറ്റായിരുന്നു. അപ്പോൾ ഈ സീറ്റ് ഫിറ്റ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഇതിൻ്റെ ഫൗണ്ടേഷനൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് സീറ്റിന് വേണ്ടുന്ന ഫൗണ്ടേഷൻ എല്ലാം നമ്മൾ എക്സ്ട്രാ നമ്മൾ പണിഞ്ഞ് കയറ്റിയതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഇതിനകത്ത് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. സീറ്റിൻ്റെ അടിയിലുള്ള ആ ഒരു വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. കൂടാതെ അല്പം മുന്നേ ഞാൻ പറഞ്ഞു ഇതിൽ ഒരു സീറ്റ് സ്ലൈഡാണെന്നുള്ളത്. അത് ഈ സീറ്റാണ് സ്ലൈഡ് ചെയ്തിട്ട് ഇത് കണക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതിലേക്കൂടെ പിറകുവശത്തേക്ക് പാസഞ്ചേഴ്സിന് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഇതിലേക്കൂടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ബാക്ക് ഡിക്കി ഡോർ ഓപ്പൺ ചെയ്താലും
ആ സീറ്റും അതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് ഇരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം അത് പിറകിൽ കൂടെ തന്നെ പാസഞ്ചേഴ്സിന് അകത്തേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നോവയുടെ തേർഡ് റോ സീറ്റാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇന്നോവയുടെ ബേബി സീറ്റ് എന്ന് പറയുന്ന തേർഡ് റോ സീറ്റാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ടൊയോട്ട കോളിസിൻ്റെ പഴയ സീറ്റെന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് നമ്മൾ ഇരിക്കുന്ന ഒരുതരം സീറ്റായിരുന്നു. നമ്മൾ ജീപ്പിൻ്റെയൊക്കെ ബാക്കിൽ ബെഞ്ച് സീറ്റ് പോലെ വരുന്ന ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റായിരുന്നു ടൊയോട്ട കോളിസിൽ ആദ്യമായി കണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ടൊയോട്ട ഇന്നോവയുടെ തേർഡ് റോ സീറ്റ്, അതായത് ബേബി സീറ്റ്, തേർഡ് റോ സീറ്റാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഫൗണ്ടേഷനൊക്കെ പണിഞ്ഞ് അതൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് നമ്മളിതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ടൈൽ ലാമ്പിലെല്ലാം നമ്മൾ വളരെ അതായത് പുതിയ ടൈൽ ലാമ്പ് ഘടിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഫിനിഷിങ് ചെയ്തിരിക്കുന്നത്. ഇരുവശത്തെയും ടൈൽ ലാമ്പുകൾ നമ്മൾ പുതിയതാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ടൊയോട്ട കോളിസ് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു മെറ്റലിൽ കസ്റ്റം ചെയ്ത് അത് പണിഞ്ഞ് കയറ്റിയ ഒരു ഫുഡ് സ്റ്റെപ്പായിരുന്നു. അത് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ടൊയോട്ട കോളിസിൻ്റെ ആ ഒരു അവസാന ശ്രേണിയിലെ ആ ഒരു ഫുഡ് സ്റ്റെപ്പിലേക്ക് മാറ്റം ചെയ്തിരിക്കുന്നത്. കൂടാതെ ടൊയോട്ട കോളിസിൽ സാധാരണയായി കണ്ടുവരുന്ന നോർമൽ റിമ്മായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറ്റം വരുത്തി അലോയ്സിലേക്ക് നമ്മൾ മാറ്റം ചെയ്തിട്ടുണ്ട്. ടൊയോട്ട കോളിസിൻ്റെ അലോയ്സിൽ അങ്ങനെ എല്ലാ വണ്ടികൾക്കും കാണാറില്ല. ചില കോളിസിൽ മാത്രമേ അലോയ്സ് നമ്മൾ കണ്ടുവരാറുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകം ഓർഡർ ചെയ്ത് വരുത്തിക്കുന്ന ഒരു അലോയ്സാണിത്. കൂടാതെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കോട്ടിങ്, സിന്തറ്റിക് കോട്ടിങ് എല്ലാം നമ്മൾ ഇതിന് പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം അതുകൂടി നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ അടിമുടി മാറിയ ഒരു ടൊയോട്ട കോളിസാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കിടക്കുന്നത്. സാധാരണ ഞങ്ങൾ എപ്പോഴും വരാറുള്ളത് ടൊയോട്ട ഇന്നോവയുടെ ടൈപ്പ് ചേഞ്ചസ് ഒക്കെ ആയിട്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ടൊയോട്ട കോളിസിൻ്റെ ഒരു അടിമുടി മാറ്റം എങ്ങനെ നമുക്ക് വരുത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടൊയോട്ട കോളിസിന് വരുന്ന കളർ എന്ന് പറയുന്നത്, അതായത് ഗ്രീൻ വരുമ്പോഴത്തേക്ക് ടർക്കോയ്സ് ഗ്രീനാണ് നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ മൈക്കയാണ് സാധാരണ കൊടുക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ടർക്കോയ്സ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. കൂടാതെ സിൽവറും, അതായത് ഡുവൽ ടോൺ, ടർക്കോയ്സ് ഗ്രീനും സിൽവറും കൂടെ ചേർന്ന് പറയുന്ന ഡുവൽ ടോൺ കളറാണ് നമ്മളിപ്പോൾ ഇതിൽ നൽകിയിരിക്കുന്നത്. ഷോറൂമിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഈ ടൊയോട്ട കോളിസ് നമ്മൾ ഇറക്കിയ സമയത്ത് ആ ഒരു തനിമ യാതൊരു രീതിയിലും നഷ്ടപ്പെടാതെ അതിനുവേണ്ടി തന്നെയാണ് ടർക്കോയ്സ് ഗ്രീൻ നമ്മൾ ഇതിൽ നൽകിയത്. കൂടാതെ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ കോട്ടിങ്ങും സിന്തറ്റിക് കോട്ടിങ്ങും എല്ലാം നൽകി വളരെ നല്ല രീതിയിൽ ഫിനിഷിങ്ങോടുകൂടി തന്നെയാണ് ഈ ഒരു ടൊയോട്ട കോളിസിൻ്റെ ഈ വലിയൊരു മാറ്റം ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പുത്തൻവീട്ടിൽ ഓട്ടോ കൺസെപ്റ്റ് മറ്റ് വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിലെത്തും. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ പുതുമയാർന്ന പല വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരും ദിവസങ്ങളിൽ യാതൊരു ഗ്യാപ്പും കൂടാതെ തന്നെ പുത്തൻവീട്ടിൽ ഓട്ടോ കൺസെപ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുള്ളത് പോലെ 24/7 എനി ടൈം എനിവെയർ പുത്തൻവീട്ടിൽ ഓട്ടോ കൺസെപ്റ്റ് നിങ്ങൾക്കൊപ്പം എവിടെയും എപ്പോഴും ഉണ്ടാകും. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.